ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കുറച്ച് പേഴ്സണൽ കറക്കമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളിന്നുള്ളത് നമ്മുടെ ഓഫീസ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഷോപ്പിങ്ങിന് വന്നതാണ് മമ്മീനെയും യാഷിനെയും കൂട്ടിക്കൊണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാനയിൽ ഗുർഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നതോ അവിടെ തന്നെയാണ്. സോ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ വെളിയിൽ പോകാം, അല്ലെങ്കിൽ യാഷിന് ബോറടിച്ചെന്ന് തോന്നുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ വെളിയിലേക്ക് പോകും. സോ നമ്മൾ ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് 7 മണിയാകുമ്പോഴത്തേക്കും ഷിഫ്റ്റ് കഴിയും. അവിടെ അടുത്ത് തന്നെയാണ് റൂം വരുന്നത്. സോ നമ്മൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് 7:30 ആകുമ്പോഴത്തേക്കും റൂമിലെത്തി. റൂമിൽ നിന്ന് നമ്മൾ നേരെ മാളിലേക്കാണ് പോയത്. ആംബിയൻസ് മാളിലേക്കാണ് നമ്മൾ പോയത്. ആംബിയൻസ് മാളിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹരിയാന നമ്മുടെ ഇവിടെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ഹരിയാനയിലുള്ള ഏറ്റവും വലിയ, അതായത് എല്ലാം ഒരിടത്ത് തന്നെ കിട്ടുന്ന രീതിയിലുള്ളൊരു മാളാണ്. അവിടെ വളരെ സാധാരണക്കാർ തൊട്ടിട്ട് ഭയങ്കര ഹൈ ലെവലുള്ള ആൾക്കാർക്ക് വരെയും വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ സെയിം ഷോപ്പിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ അവിടെ കണ്ട ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റാണ്. നമ്മൾ സാധാ മാളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും, ഞാനങ്ങനെ ബ്രാൻഡഡ് വാങ്ങുന്ന ഒരാളല്ല. സോ ബ്രാൻഡഡ് വാങ്ങുന്ന ആൾക്കാർക്ക് മാത്രമാണ് മാള് എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സാധാ ഡൽഹിയിലെ കമ്പയർ ചെയ്യുന്ന ആ ഒരു റേറ്റിലുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടും. സോ നമ്മൾ വന്നിറങ്ങി യാശുവിനെ നമ്മൾ കുറേയൊക്കെ ഇറക്കി വിട്ടു. പിന്നെ ഞാൻ അവിടെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയ കുറേ സാധനങ്ങളാണിത്. ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റുകൾ തന്നെയുള്ളൂ, ഭയങ്കര കോസ്റ്റ്ലി ഒന്നല്ല. കപ്പും ഒക്കെ നമുക്ക് വരുന്നത് 100 രൂപ 200 രൂപ ആ റേഞ്ച് തൊട്ടൊക്കെയാണ് വരുന്നത്. ബാക്കി ഇതൊക്കെ ആണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിലാണ്. നമുക്ക് ഭയങ്കര റേറ്റ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. ഡെക്കറേഷൻസ് ചെയ്യുന്ന നിറയെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ 2-3 ഐറ്റംസ് ഒക്കെ വാങ്ങി. ഫ്ലവേഴ്സിൻ്റെയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അതൊക്കെ ഭയങ്കര നമുക്ക് ആ ഒരു എമൗണ്ടിനുള്ളതുണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഒരു എമൗണ്ട് അല്ലെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ യാഷിന് ടോയ്സ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറി. അതാണ് ഈ കാണുന്നത്. വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഭയങ്കര പറയുന്ന പോലെ പെൺകുട്ടി, നമുക്ക് ആൺകുട്ടി ആയതുകൊണ്ട് അവനിതൊന്നും വാങ്ങാൻ പറ്റില്ല. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഒരുക്കി ബാഗൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അതിനുശേഷം ചേച്ചി കൊച്ചിനെയും കൊണ്ട് നടപ്പുണ്ടായിരുന്നു. യാഷു നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അവനെ കണ്ടാലേ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ട്രൈ ചെയ്യാനും ട്രയൽ ചെയ്യാനും ഒക്കെ അവർ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ എടുത്ത് യാശുവിനെല്ലാം കാണിച്ചൊക്കെ കൊടുത്ത്, ഇത് പാമ്പാണേ, അത് യാശുവിന് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ശരിയായിരുന്നു അത് നോക്കിയിട്ട്. എന്നുവെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് വന്ന് യാശുവിന് നമ്മൾ 2-3 ടോയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങിപ്പോയി. ഈ സാധനത്തിൻ്റെ വില കണ്ടാവും 22,999 രൂപ. എനിക്കത് ആക്ച്വലി അത്രയും വിലയുടെ പിള്ളേർക്ക് വാങ്ങിയിട്ട് അവരെന്ത് കാണിക്കാനാണ് അപ്പോൾ എനിക്കൊന്ന് തോന്നി. അതിനുശേഷം നമ്മൾ വെളിയിലേക്ക് വന്നപ്പം യാശു ഫുള്ള് ഒരു ജോലി മൂഡാണ്. ഫുള്ള് എല്ലാ കാര്യങ്ങളും നോക്കുന്നു, അതൊക്കെ എടുത്ത് മറിച്ചിടാൻ തുടങ്ങുന്നു. ഇവരെയൊക്കെ സ്നേഹം കൊണ്ട് പിടിക്കുന്നതാണ് ആള്. പക്ഷെ കുറേ പിടിച്ചാൽ ഇറങ്ങി ഇങ്ങ് പോരത്തില്ലയോ. പിന്നെ അവിടുത്തെ കടയിലെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് കുട്ടി മറിച്ചിടാതെ നോക്കണമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അവനെ എടുത്തുകൊണ്ട് അവിടുന്ന് നടന്നു. പിന്നെ അവന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ കയറി. ഡ്രസ്സാണെങ്കിലും യാശുവിന് നമ്മൾ 2-3 ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ, ഒത്തിരി ഒന്നും എടുത്തില്ല. സോ അവന് ചേരുന്ന ഈ ഡ്രസ്സ് നമ്മളെടുത്തു. അങ്ങനെ ഒരു 2-3 ഡ്രസ്സും നമ്മളെടുത്തു. നമുക്ക് ഒരു പെൺകുഞ്ഞല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ തോന്നി. നമ്മളൊരു കടയിൽ കയറിയ പെൺകുട്ടികൾക്ക് കുറേ ഡ്രസ്സും ആൺകുഞ്ഞുങ്ങൾക്ക് നമുക്ക് വളരെ കുറഞ്ഞ കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മുടെ കയ്യിൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ നമുക്ക് തോന്നുമായിരിക്കും നേരെ തിരിച്ച്. പക്ഷേ പിള്ളേരെ ആണല്ലോ നമുക്കിപ്പോൾ ഒരുക്കിക്കൊണ്ട് നടക്കാൻ പറ്റണത്. അതെനിക്ക് അവിടെ തോന്നി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഓർത്തു. KFC യാശുവിന് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ KFC കഴിക്കാനൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ നടന്ന വഴിയിൽ വെച്ചിട്ട് യാശുവിനെ കണ്ടപ്പോഴത്തേക്കും യാശു എല്ലാവരും ഇങ്ങനെ കിറിഞ്ചി ചെല്ലും. അപ്പോൾ നമ്മളവിടെ ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. ഒരു നോർത്ത് ഇന്ത്യൻസ് ആണ്. ഈ വാവയായിട്ട് നല്ല കമ്പനി ആയിരുന്നു. നമ്മൾ വരണിടം വരെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണതൊക്കെ ഷെയർ ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആദ്യം ആ മോളാണ് ഷെയറിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നപ്പം യാശു എനിക്കത് എടുത്തായിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ല. യാശു അത് ഓടിക്കൊണ്ടേ അവർക്ക് കൊടുക്കുന്നു. 2 പേരും ഭയങ്കര കമ്പനി ആയിരുന്നു. യാശു ആദ്യം ഭയങ്കര ജാടയൊക്കെ ഇട്ടെങ്കിലും പിന്നീട് യാശുവിന് നമ്മളെന്തെങ്കിലും പറയുമെന്ന് പേടിയുണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മൾ വാങ്ങിച്ചോളാൻ പറഞ്ഞപ്പോഴേ അവനത് വാങ്ങി. അന്നേരം തന്നെ അത് ചോളായിരുന്നു. അവനത് അന്നേരം തന്നെ വാങ്ങി വായിലിടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അവൻ്റെ ആ സന്തോഷമാണ് കാണുന്നത്. നമ്മൾ ആദ്യമായിട്ടാന്ന് തോന്നുന്നു. പക്ഷെ അവനങ്ങനെ അത്ര അടുത്തവന് ഒറ്റ കുഞ്ഞ്. പിന്നെ നമ്മൾ റൂമിലൊക്കെ അല്ലേ, അവനങ്ങനെ ഫ്രണ്ട്സൊന്നും ഇല്ല. സോ അപ്പോൾ ഈ ഒരു ഇതിൽ ഫുള്ള് അവർ 2 പേരും കണ്ടു. നമ്മൾ ഉള്ളിൽ കയറിയിട്ടും 2 പേരും ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ ആണെങ്കിലും 2 പേരും ഫുള്ള് കമ്പനിയായിരുന്നു. അവർ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ഓർഡർ ഓർഡർ വരണ സമയമൊക്കെ ആയപ്പോഴത്തേക്കും യാശു ഫുഡ് കഴിക്കാൻ കയറിയാൽ അങ്ങനെ അങ്ങോട്ട് ഇരിക്കത്തില്ലെന്നേ. അവനൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈമിൽ കൂടുതൽ നമുക്ക് അവനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ആകെ അലമ്പായിരിക്കും ആളെ. അത് നിങ്ങൾക്ക് ഇനി വഴിയെ കാണാം. ഇപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റിംഗ് ആണ്.
സോ നമ്മൾ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് കൊണ്ട് ആക്ച്വലി നല്ല വിശപ്പുണ്ട്, കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്നാക്സും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാശു അവിടെ അകത്ത് ഭയങ്കര ബഹളമായതുകൊണ്ട് ഞാനും മമ്മിയും കൂടെ കൂടി യാശുവിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. യാശുവിനെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാണുമ്പോൾ മനസ്സിലാവില്ല, ഇറങ്ങി പോകാൻ വേണ്ടി ഭയങ്കര ബഹളമാണ്. പക്ഷെ നമ്മൾ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് ഡെലിവറി ഫുഡ് കിട്ടണം വരെ ഞങ്ങൾ അവനെയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഷോപ്പുകളുടെ ഉള്ളിലേക്ക് കയറിപ്പോകും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ പിടിച്ചു വെച്ച് ഞാനും മമ്മിയും കൂടെ വെളിയിൽ നിന്ന് ഓർഡർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അകത്തോട്ട് പോകുന്നത്. ആൾ നല്ല ആക്റ്റീവാണ്. വെളിയിലൊക്കെ പോയാൽ എപ്പോഴും അവനിങ്ങനെ റൂമിനകത്ത് തന്നെയില്ലേ, അതായിരിക്കും. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം നടത്തി, കാരണം കുറച്ച് ഡിലേ ആയിരുന്നു ഓർഡറെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നടത്തലെല്ലാം കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടെ കൂടി പിന്നെ അകത്തേക്ക് കയറി പോകുമായിരുന്നു. ഇത്രയും നേരത്തെ ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെയും ഫലമായിട്ട് യാശുവും അടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി യാശുവിനും പാലൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ KFC വന്നു. KFC കഴിഞ്ഞ് നമ്മൾ KFC ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ച് ഫുള്ളാണ്. നമ്മൾ നടന്ന് ഫുഡ് കോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെ നിരന്നിങ്ങനെ ഓപ്പണായി കിടക്കില്ല. അപ്പോൾ അത് യാശുവിന് ഭയങ്കര ഇഷ്ടമാണ്, യാശുവിന് കാണാൻ ഇഷ്ടമാണ്. സോ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പിന്നെ വരുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഐസ്ക്രീമിൻ്റെ ഇത് കണ്ടു. അപ്പോൾ നമ്മളൊരു കുഞ്ഞു വാവ അവിടെ നിന്ന് സന്തോഷത്തോടെ ഐസ്ക്രീം വാങ്ങണത്, ഐസ്ക്രീം പിടിക്കാൻ കിടന്ന കഷ്ടപ്പാടൊക്കെ കണ്ട് നിന്നപ്പോഴത്തേക്ക് ചേച്ചിക്കും വേണമെന്ന് പറഞ്ഞു. യാശു ആണെങ്കിൽ ഈ കുട്ടി വാങ്ങുമ്പോൾ യാശു ഭയങ്കരമായിട്ട് ചിരിയും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഫോൺ അങ്ങോട്ട് തിരിക്കുമ്പോൾ ആളും ഉണ്ടായിരിക്കും. അതാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അതിനുശേഷം നമ്മൾ ചേച്ചിക്ക് അന്ന് യാശുവിൻ്റെ അടുത്തവൻ്റെ എക്സ്പ്രഷൻ കാണാം. അപ്പോൾ ഓനൊന്നും പറയില്ലല്ലോ എന്നോർത്ത് നമ്മൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ യാശു അവൻ്റെ അത്ര അടുത്ത് കണ്ടപ്പോൾ എന്താ ഇതെന്ന് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് അന്തം വിട്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലാവാത്ത പോലെ. പക്ഷേ ചേച്ചി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. യാശുവിനൊന്നും മനസ്സിലായില്ല. യാശു കണ്ടോ കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് ആ ഒരു സെറ്റപ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അത് വാങ്ങിച്ച് നമ്മൾ 3 പേരും വാങ്ങിച്ചിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാമെന്നുള്ള ഇതിലാണ്. കാരണം ടൈം ആയിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ 10 മണി ആവാറായി, മോള് ക്ലോസിങ്ങും ടൈമും ആയിട്ടുണ്ട്. സോ നമ്മൾ മമ്മിയും ചേച്ചിയും ഞാനും കൂടി നടക്കുകയാണ് ഫ്രണ്ടിലോട്ട്. ഇനി ഇറങ്ങാമെന്ന് ഓർത്തിട്ട് നമ്മൾ യാശുവിനെയും കൊണ്ട് കഴിവതും നടന്ന് തന്നെ വരാൻ നോക്കും. കുറച്ച് ആൾക്കാരില്ലാത്ത ഏരിയാസിൽ നമ്മൾ അവനെ ഇറക്കി വിടും, ബാക്കി സമയം നമ്മുടെ കയ്യിലായിരിക്കും. സോ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, മമ്മിക്കും യാശുവിനും ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അവർക്കും ഒന്ന് വെളിയിൽ പോകണം. അല്ലാത്ത ദിവസങ്ങളിൽ പോകുന്നില്ലല്ലോ. മമ്മിയാണെങ്കിലും നാട്ടിലാണെങ്കിലും അവർ കുറച്ചും കൂടെ ഒക്കെ എൻജോയ് ചെയ്ത് നടന്നാണ്. നമ്മുടെ കൂടെ വന്നു കഴിയുമ്പോൾ ഒരു ജയിൽ ജീവിതമാണെന്ന് തോന്നരുത്, അത് നമ്മൾ ഭയങ്കരമായിട്ട് എപ്പോഴും നോക്കാറുണ്ട്. സോ നമ്മൾ മമ്മീനെയും കൊച്ചിനെയും കൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അപ്പം നമ്മൾ ഇന്നും വന്നു, ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ആൾ നടന്നൊക്കെയാണ് ഇറങ്ങുന്നത്. നടന്നിറങ്ങി നമ്മളിനിപ്പോൾ ഊബർ വിളിച്ചായിരിക്കും പോകുന്നത്. ഊബർ നമ്മൾ ഓട്ടോ ആണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. സോ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഊബർ കണക്റ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തേ. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഊബർ ബുക്ക് ചെയ്ത് ഊബറൊന്നും ബുക്ക് ആവാനില്ലായിരുന്നു. ലാസ്റ്റ് നമുക്കൊരു ഓട്ടോ കണക്റ്റായി. പക്ഷേ ഓട്ടോ കണക്റ്റ് ആയാൽ നമ്മൾ ചതിച്ചു, ഉള്ളിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ അത്രയും നേരം കഷ്ടപ്പെട്ടിരുന്ന് ബുക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഊബറും ഓലയും റാപ്പിഡോ ഒക്കെ നോക്കിയിട്ടാണ് ഊബറിലൊന്ന് കണക്റ്റ് ആയത്. ഇനി അത് ക്യാൻസലായി കിട്ടത്തില്ലയോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ എന്നാൽ പിന്നെ വെളിയിലേക്ക് നടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കുറേ നടന്നു, ഒരു 1.5 കിലോമീറ്റർ നടന്നു. കാരണം മോളുടെ സൈഡിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ വണ്ടിയിലാവുമ്പോൾ അറിയില്ല, പക്ഷെ നമ്മൾ നടക്കാനാകുമ്പോൾ ഒത്തിരി ഏരിയ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, അതിന് വെളിയിലിറങ്ങിയിട്ടാണ് അവിടെയാണ് ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്തത്. പക്ഷെ ആൾ ഫോണിലുണ്ടായിരുന്നു, ആൾ കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്ന്. ആൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിത് എത്തിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു ഏരിയയുടെ ബാക്കിൽ കണ്ടാൽ IT ഉള്ള സെക്ഷൻ ആട്ടോ. നമ്മുടെ IT കമ്പനീസാണ്, DLF ഫേസിലാണ് വരുന്നത്. കുറേ IT കമ്പനീസ് നാട്ടിലൊക്കെ IT കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹൈ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കമ്പനികളിലും എനിക്കങ്ങനെയാണ് എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഡൽഹിയിൽ 6 വർഷമായി. 6 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നാട്ടിൽ നിന്ന് നമ്മൾ കാണുന്നതാണ്. നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും പറയണത് അവിടുത്തെ കമ്പയർ ചെയ്ത് ഇവിടെയാണ് കുറച്ചും കൂടി സാലറി. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓട്ടോയിൽ കയറി, ഓട്ടോ ആയിരുന്നു ബുക്ക് ചെയ്തത്. ഓട്ടോയിൽ കയറി നമ്മൾ റൂമിലെത്താറായി. നമ്മളൊരു 11 മണിയൊക്കെ ആയി റൂമിലെത്തിയപ്പോഴത്തേക്കും. കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, പക്ഷെ വലിയധികം ഇല്ല. എല്ലാ ദിവസത്തെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഇല്ലായിരുന്നു. എന്നാൽ സിഗ്നലിലൊക്കെ നമ്മൾ 2-3 വട്ടമൊക്കെ കിടക്കേണ്ടി വന്നേ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് ഇനിയിപ്പോൾ യാശുവിന് കുറച്ചും കൂടി ഒക്കെ ഫുഡ് കൊടുക്കണം. അവൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.